ഈ നല്ല വേളയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഈ വൈകുന്നേരത്തിന് നമുക്കൊരു വാക്യം ധ്യാനിക്കാം. സങ്കീർത്തനം 50-ാം 15-ാം വാക്യം. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. നമ്മുടെ കഷ്ടകാലത്ത് നമ്മൾ വിളിച്ചപേക്ഷിക്കാൻ വേണ്ടിയ ഒരു നിർബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉളവാകുന്നുണ്ട്. കഷ്ടകാലത്തിൽ നാം കർത്താവിനെ വിളിക്കും. നല്ല നേരത്തും വിളിക്കണം, അല്ലാത്ത നേരത്തും കർത്താവിനെ വിളിക്കണം. കഷ്ടകാലത്ത് വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. അതിന് പ്രകാരം ദൈവം ഈ ദിവസത്തെ കാത്തുകൊള്ളുമാറാകട്ടെ. അതിന് മുമ്പത്തെ വാക്യമുണ്ട്, ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക, അത്യുന്നതന്റെ നേർച്ചകളെ കഴിക്കുക. ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക, സ്തോത്രം പറയണം. അത്യുന്നതന് നിന്റെ നേർച്ചകളെ കഴിക്കുക. ഒരു പൊറുത്തനെ, തമിഴ് പറയും പൊറുത്തനെ എന്ന് പറയും. വോ യു ഹാവ് ടു മേക്ക് എ വോ. അപ്പോൾ നേർച്ച നമ്മൾക്ക് ഒരു വോ ചെയ്യണം. ഒരു വോ ഉണ്ടെങ്കിൽ നമ്മൾ ഈസിയായിട്ട് ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മൾ കർത്താവ് ഈ കാര്യം എനിക്ക് സഫലമാകുവാണെങ്കിൽ കർത്താവേ ഞാൻ ഇത് കൊടുക്കും എന്ന് ദൈവത്തിനോട് ഒരു നേർച്ച കഴിക്കുക. അത് ചെയ്യുമ്പോൾ നമ്മുടെ കാര്യം സഫലമാകും. ഇത് കാര്യസാധനയ്ക്ക് വേണ്ടി പറയുകയല്ല, നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കാനുള്ള ഒരു മുഖാന്തരം. ദൈവം നമ്മളെ കഷ്ടതയിൽ അനുവദിക്കുമ്പോൾ കഷ്ടത മാറണമെങ്കിൽ നമ്മൾ ഈ വാക്യം നമ്മൾ 2 വാക്യം ധ്യാനിക്കേണ്ടതാണ്. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. മുന്നേറ്റത്തെ വാക്യം സ്തോത്രയാഗം അർപ്പിക്കുക, എൻ്റെ നേർച്ചകളെ കഴിക്കുക. ഇത്രയും കാര്യം നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ കാര്യങ്ങളാൽ ദൈവം നമ്മളെ ഈ ദിവസത്തെ സഹായിക്കട്ടെ. ഞാൻ എന്നെ ദൈവം ഉയർത്തുകയാണെങ്കിൽ ഇത് ചെയ്യും എന്ന് ദൈവത്തോട് നമ്മൾ ഒരു വാക്ക് പറയുന്നു. അതാണ് പൊറുത്തനെ, തമിഴിൽ പറയും പൊറുത്തനെ. അത് നമ്മൾ ചെയ്യുവാൻ കടമ്പെട്ടവരാണ്. അത് നമ്മൾ ചെയ്യുവാൻ കർത്താവ് സഹായിക്കും. കഷ്ടവേളയിൽ, സങ്കടവേളയിൽ, ദുഃഖത്തോടെ ഇരിക്കുമ്പോൾ, നമ്മളെല്ലാം ഫെയിലിയേഴ്സ് എന്ന് കാണുമ്പോൾ ഒരു സമയത്ത് നമ്മൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ കർത്താവ് നമുക്ക് അത്ഭുതം ചെയ്യും, നമുക്ക് അതിശയം ചെയ്യും. ഈശോപ്പച്ചൻ എന്ന് പറഞ്ഞാൽ അതിശയും അത്ഭുതങ്ങളും ചെയ്യുന്ന ഒരു കർത്താവാണ്. അതുകൊണ്ട് നമ്മൾ ഈശോപ്പച്ചനെ വിളിക്കുവാൻ നമ്മൾ എപ്പോഴും ആഗ്രഹമായിരിക്കേണ്ടിയിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. സങ്കീർത്തനം 50-15-ാം വാക്യം. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ആമീൻ, ആമീൻ.